ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കുട്ടിക്കാർക്കും ജി കെ വേൾഡ് ആൻഡ് പി എസ് സിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എനിവേ, എൻ്റെ പേര് ആഷ്ന ഷാജി എന്നാണ്. അപ്പോൾ ഈ ചാനലിൽ ഞാൻ കുറേ നാളായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അറൗണ്ട് 2 years ആയിട്ട്, എനിക്ക് തോന്നുന്നു 2 വർഷമായും തോന്നുന്നു ഞാൻ ക്ലാസ്സിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വോയിസ് മാത്രമാണ് ഇതുവരെ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. അപ്പോൾ കുറേ പേര് എന്നെ കാണണം എന്നൊക്കെ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു ക്ലാസ് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, എൻ്റെ പേര് ആഷ്ന ഷാജി എന്നാണ്. ഞാൻ പി എസ് സിക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ചെറിയ ഒരു കുറച്ച് ടിപ്സുകൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഇനി വരുന്നത് കേരള പി എസ് സിയിൽ ഒരുപാട് എക്സാംസ് വരാനിരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ തൊട്ടടുത്ത് എല്ലാവരും ഒരേപോലെ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സാമിനേഷനാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിനേഷൻ അല്ലേ? നമുക്കറിയാം ജൂൺ 15-നാണ് എക്സാം വരുന്നത്. അപ്പോൾ അതിനു മുൻപ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൻ ഇല്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ക്ലാസ്സുകൾ കുറച്ച് നാളത്തെ ബ്രേക്കിന് ശേഷം ഞാൻ വീണ്ടും ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എനിക്ക് ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും നിങ്ങൾ നൽകുമെന്ന് വിശ്വസിക്കുകയാണ്. ഓരോ തവണ ക്ലാസ്സുകൾ റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കും, പക്ഷെ ഓരോ ഹെൽത്ത് ഇഷ്യൂസും പേഴ്സണൽ ഇഷ്യൂസും ഒക്കെ ആയിട്ട് അങ്ങനെ നീണ്ടു പോയതാണ്. ഓക്കെ, എനിവേ, നമുക്കിനി മുതൽ മാക്സിമം ക്ലാസ്സുകൾ എക്സാമിനേഷന് മുൻപ് അപ്ലോഡ് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിനേഷന് ചില പ്രിപ്പറേഷൻ ടിപ്സ് ആണ്. ഓക്കെ, നമുക്കറിയാം, വരുന്ന പി എസ് സിയിൽ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ പ്രതീക്ഷ ഉണർത്തിക്കൊണ്ട് കാത്തിരിക്കുന്ന ഒരു എക്സാമിനേഷൻ ആണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിനേഷൻ. എക്സാം നടക്കുന്നത് നമുക്കറിയാം 100 മാർക്കിലാണെന്നറിയാം. അതിൽ 50 GK പോകും. ദെൻ വരുന്ന മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി, ദെൻ വരുന്ന IT ആൻഡ് സൈബർ ലോ, ഇംഗ്ലീഷ്, മലയാളം എന്നിങ്ങനെയായിട്ടാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ 50 മാർക്കിന്റെ സെക്ഷൻ എടുത്ത് നോക്കാം, GK നോക്കാം. ഈ GK തന്നെ നമുക്ക് ആ ഒരു സെക്ഷന് 5 തരംതിരിക്കാം. 10 മാർക്ക് എന്നല്ലേ പറഞ്ഞത്, 10 മാർക്കിന്റെ 5 സെക്ഷനായിട്ട് തരംതിരിക്കാം. അതിൽ നമുക്ക് വരുന്നതാണ് എന്താണ്, ഇന്ത്യൻ ബേസിക് ഫാക്ട്സ് വരുന്നുണ്ട്. ദെൻ വരുന്ന ഇതാണ് GK ബേസിക് ഫാക്ട്സ് ഓഫ് ഇന്ത്യൻ GK ഫാക്ട്സ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് എന്താണ്, ഫാക്ട്സ് അബൌട്ട് കേരള വരുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിനേഷന്റെ സിലബസിലേക്ക് നമുക്ക് വരാം. ആദ്യം നമ്മൾ സിലബസ് മനസ്സിലാക്കണം. ഓക്കെ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിനേഷന്റെ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എങ്ങനെയാണ് സിലബസ് വരുന്നത്. GK വരുന്നുണ്ട്, ദെൻ മാത്സ്, മെന്റൽ എബിലിറ്റി വരുന്നുണ്ട്, ഇംഗ്ലീഷ്, മലയാളം, IT എന്നിങ്ങനെയാണ് വരുന്നത്. അതിൽ GK 50, ദെൻ ബാക്കിയെല്ലാം 10 ഈച്ച് ആണ് വരുന്നത്, നമുക്കറിയാം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാൻ എല്ലാ സ്റ്റുഡൻസിനോടും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരുപാട് വർഷം പഴക്കമുള്ള പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് പോകുന്നതിന് പകരം ഒരു 2014 ശേഷമുള്ള, ബിക്കോസ് 2014 ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ പാറ്റേൺ ഇടുന്ന രീതി വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കറിയാം PSC ഒരുപാട് സെക്ഷണൽ വൈസ് എക്സാമിനേഷൻസ് എല്ലാ മാസവും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഡിഗ്രി ലെവലും PG ലെവലൊക്കെ കോമൺ ആയിട്ട് എഴുതുന്നതാണ് ഈ വരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാംസ് ഒക്കെ. അത് കൂടാതെ എല്ലാ മാസത്തിലും PSC എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിലെല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്ന ഒരു സെക്ഷനാണ് GK എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ GK നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ബിക്കോസ് എല്ലാ വരുന്ന പരീക്ഷയ്ക്കും, ഇനി വരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും ഏതൊരു പരീക്ഷയ്ക്കും ആണിക്കോട്ടെ, നമുക്ക് PSC യുടെ ഒരു റൂട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സെക്ഷൻസ് ഉണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ദെൻ കേരള റിനൈസൻസ്, അതോടൊപ്പം ഈ അടുത്തിടെ നടക്കുന്ന കറണ്ട് അഫയേഴ്സ്, ഇതൊക്കെ കൂടുതലായിട്ടും റിപ്പീറ്റഡ് ആയിട്ടാണ് PSC ചോദിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിപ്പീറ്റഡ് ആയിട്ടാണ് പലപ്പോഴും പല പരീക്ഷകളിലും കണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ അടുത്തിടെ കണ്ടക്ട് ചെയ്യുന്ന ഡെയിലി നിങ്ങൾക്ക് മാക്സിമം അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യാം, ദെൻ വർക്കൗട്ട് ചെയ്യുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ബിക്കോസ് നമുക്ക് PSC യുടെ ട്രെൻഡ് റീസെന്റ് മനസ്സിലാക്കാൻ അതായിരിക്കും എളുപ്പമായിട്ടുള്ളത്. പിന്നീട് ഞാൻ പറഞ്ഞു വരുന്നത്, ഫസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു GK എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ GKയിൽ നമുക്ക് ഇന്ത്യൻ ബേസിക് ഫാക്ട്സ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് 10 മാർക്കാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, ആ 10 മാർക്കിൽ വരുന്നത് ഇന്ത്യൻ റിനൈസൻസ് ലീഡേഴ്സ് ഉണ്ട്. അതിൽ നിന്നൊരു 4-5 ചോദ്യങ്ങൾ നമുക്ക് കൂടുതലായിട്ടും പ്രതീക്ഷിക്കാം. പിന്നീട് വരുന്ന ഏതാണ്, അതിൽ കൂടുതലായിട്ട് ചോദിച്ചു വരുന്നത്, അപ്പോൾ നമ്മൾ ഇന്ത്യൻ ബേസിക് ഫാക്ട്സ് എടുക്കുകയാണെങ്കിൽ 10 മാർക്ക് ആ ഒരു സെക്ഷനിൽ നിന്നാണ് ചോദിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ പരീക്ഷകളിൽ ചോദിച്ച് കാണുന്നത് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ആദ്യം വരുന്നത് നമുക്ക് ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്.
ദെൻ ഇന്ത്യൻ റിനൈസൻസിൽ നിന്ന് ആ ഒരു സെക്ഷനിൽ നിന്ന് ചോദിക്കുന്നത് 4 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നീട് അതിൽ ഏറ്റവും കൂടുതൽ ഫ്രീഡം ഫൈറ്റേഴ്സും നാഷണൽ മൂവ്മെന്റ്സുമാണ് ബേസിക് ഫാക്ട്സ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ച് കാണുന്ന ഒരു സെക്ഷൻ. ദെൻ അടുത്ത് നമ്മൾ 10 മാർക്സ് വരുന്നത് കേരള ഫാക്ട്സിൽ നിന്നാണ്. കേരള ബേസിക് ഫാക്ട്സിൽ നിന്ന് വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച് കാണുന്നത് നമുക്ക് ഏതാന്ന് നോക്കാം. അതിൽ കേരള റിനൈസൻസ് ഞാൻ പറഞ്ഞിരുന്നു. കേരള റിനൈസൻസ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 4 മുതൽ 5 ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ നിന്ന് കേരള റിനൈസൻസിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ദെൻ അതിൽ വരുന്ന അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് 1856 റിവോൾട്ടുകൾ വരുന്നുണ്ടല്ലോ. ആറ്റിങ്ങൽ അഞ്ചുതെങ്ങ് കലാപം തുടങ്ങിയ കലാപങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു സെക്ഷനാണ് PSCയിലെ കേരള ബേസിക് ഫാക്ട്സിൽ നിന്ന്. പിന്നീട് വരുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് കേരള ജോഗ്രഫി ചോദിക്കാറുണ്ട്. ദെൻ പിന്നീട് ട്രാവൻകൂർ കിങ്സിനെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. പിന്നെ ജില്ലകൾ, കേരളത്തിലെ പ്രധാനമായിട്ടുള്ള ജില്ലകളെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ച് കാണുന്ന രൂപീകൃതമായ ഫോം ചെയ്ത ഇയേഴ്സ് ആണ് അതിൽ ചോദിക്കുന്നത്. അങ്ങനെ ഒരു സെക്ഷനിൽ നിന്നും PSC ഏറ്റവും കൂടുതൽ കേരളവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ കേരള മോഡേൺ ഹിസ്റ്ററിയിൽ നിന്നും കൂടുതലായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പിന്നീട് അടുത്ത് നമ്മൾ വരുന്നത് 10 മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷനും അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടുള്ള കമ്മീഷൻസ്, നീതി ആയോഗ് തുടങ്ങിയതിൽ നിന്നൊക്കെ 10 മാർക്ക് ആ ഒരു സെക്ഷനിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പിന്നീട് നമ്മൾ വരുന്നതാണ് കറണ്ട് അഫയേഴ്സ്. അടുത്തിടെ റീസെന്റ് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ആയിട്ടിരിക്കണം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പറയുമ്പോൾ ഈ വർഷങ്ങളിൽ ഏറ്റവും 6 മാസം മുൻപുള്ള കറണ്ട് അഫയേഴ്സ് ആണ് പരീക്ഷയ്ക്ക് ചോദിച്ചു കാണുന്നത്. അപ്പോൾ 2018 എല്ലാം നിങ്ങൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. പരീക്ഷയ്ക്ക് ആ ഒരു സെക്ഷനിൽ നിന്ന് കറണ്ട് അഫയേഴ്സ് ചോദിക്കാറുണ്ട്. കറണ്ട് അഫയേഴ്സും റിപ്പീറ്റഡ് ആയിട്ടാണ് ചോദിച്ചു കാണാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രധാനമായിട്ടും വരുന്നതാണ് വൈസ് പ്രസിഡന്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ദെൻ ഷെഡ്യൂളുകൾ, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു 10 മാർക്ക് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പിന്നീട് അടുത്തത് 10 മാർക്ക് നമുക്ക് വരുന്നത് അടുത്ത 10 മാർക്ക് ഞാൻ പറഞ്ഞിരുന്നു, ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. കറണ്ട് അഫയേഴ്സിൽ നിന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായത്. കറണ്ട് അഫയേഴ്സ് നമുക്ക് ഇന്ത്യ, വേൾഡ്, ഇന്റർനാഷണൽ എല്ലാ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിൽ നിന്നും, സ്പോർട്സ്, അതിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു കാണുന്നത്. പിന്നീട് വരുന്നത് ഞാൻ പറഞ്ഞിരുന്നു ജനറൽ സയൻസിൽ നിന്ന് 10 മാർക്കാണ് വരുന്നത്. അത് കമ്പൈൻ ചെയ്തിട്ടാണ്. ഏതൊക്കെയാണ്? ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും കമ്പൈൻ ചെയ്തിട്ടാണ് വരുന്നത്. ഒരു 5 മാർക്ക് ബേസിക് ആയിട്ട് നമ്മൾ അറിയുന്ന കാര്യങ്ങളിൽ നിന്നാണ് ചോദിക്കുക. ദെൻ അതിൽ ഡീപ്പായിട്ട് 5 മാർക്ക് നെക്സ്റ്റ് വരുന്നുണ്ട്. അതൊരു 5-6 മാർക്ക് നമുക്ക് അതിൽ നിന്ന് തന്നെ സ്കോർ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത്, അപ്പോൾ ബാക്കി 10 മാർക്ക് നെക്സ്റ്റ് വരുന്നത് IT ആൻഡ് സൈബർ ലോയിൽ നിന്നാണ്. IT ആൻഡ് സൈബർ ലോയിൽ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിച്ചു കാണുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. ദെൻ അടുത്ത 10 വരുന്നത് മലയാളത്തിൽ നിന്നാണ്. ഓക്കെ, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ മനോഹരം, സങ്കോചം, ഇതിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് തന്നെയാണ് ചോദിച്ചു വരുന്നത്. പിന്നീട് വരുന്ന ഇംഗ്ലീഷിൽ നമുക്കറിയാം കുറച്ച് പാറ്റേൺസ് ഉണ്ട്. റിപ്പീറ്റഡ് ആയിട്ടാണ് 2014 മുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ടാണ് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് കണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ് സ്പെല്ലിങ്, ദെൻ ആന്റോണിം, സിനോണിംസ്, പിന്നീട് വരുന്ന ഫോറിൻ വേർഡ്സ്. എനിക്ക് ഓർമ്മയിൽ വരുന്ന കാര്യങ്ങളാണ് പെട്ടെന്ന് ഞാൻ പറയുന്നത്. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ടാണ് ചോദിക്കുന്നത്. നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിൽ ഇംഗ്ലീഷ് പ്രിപ്പയർ ചെയ്താൽ മതി. നമുക്ക് അല്ലാതെ ആഴ്ന്നിറങ്ങി പ്രസന്റ് ടെൻസ്, ഗ്രാമർ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും എത്തില്ല. അപ്പോൾ ആപ്ലിക്കേഷൻ ലെവലിൽ വേണ്ടത് മാത്രം തിരഞ്ഞെടുത്ത് പഠിക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നീട് വരുന്നത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ആണ്. മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിലും 10 മാർക്കാണ് വരുന്നത്. അതൊരു പാറ്റേൺ ഉണ്ട്. 2014 സെയിം തന്നെ ഞാൻ പറയുന്നു. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് മാത്രമേ മാറുന്നുള്ളൂ. പാറ്റേൺസ് സെയിം ആയിട്ട് തന്നെയാണ് ചോദിക്കുന്നത്. അതൊക്കെ നമ്മൾ കുത്തിയിരുന്ന് കാണാണ്ട് പഠിച്ചാലും നമുക്ക് നേടിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ് ഭയന്ന് മാറി നിൽക്കാതെ ഈ 2-3 മാസം, ഇനി നമുക്കറിയാം മെയ് ജൂൺ 2 മാസം കൂടെ ഉണ്ട്. 2 മാസം ഇല്ല. അപ്പോൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക. കുത്തിയിരുന്ന് പഠിച്ചാലും നമുക്ക് യാതൊരു നഷ്ടം വരാനില്ല. അപ്പോൾ നല്ലപോലെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിലെ റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ക്ലാസ് ആണ്. അപ്പോൾ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഫസ്റ്റ് ടൈം ആണ് ഞാൻ ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു, ബൈ.